മസ്ജിദുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭവനങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സുജൂദ് ചെയ്യപ്പെടുന്ന, അവൻ്റെ കലാം പാരായണം ചെയ്യപ്പെടുന്ന, അവന് തസ്ബീഹ് ചെയ്യപ്പെടുന്ന, അവൻ്റെ ശരീഅത്തിൻ്റെ വിജ്ഞാനങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന കേന്ദ്രങ്ങളാണ് മസ്ജിദുകൾ. ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങളാണ് മസ്ജിദുകൾ. അതുകൊണ്ട് തന്നെ ആ മസ്ജിദിലേക്ക് പുറപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് നമസ്കാരത്തിനായി പുറപ്പെടുമ്പോൾ, സത്യവിശ്വാസികളായ നമ്മൾ ശ്രദ്ധിക്കേണ്ട, പാലിക്കേണ്ട ചില അദബുകളുണ്ട്. ഒന്നാമത്തേത് സഹോദരങ്ങളെ, യുസ്തഹബ്ബു തബ്കീറു ഇല സ്വലാഹ്. നിസ്കാരത്തിന് വേണ്ടി പോകുമ്പോൾ നേരത്തോടെ പോവൽ അത് മുസ്തഹബ്ബായ കാര്യമാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ യഅലമു الناس ما في النداء والصف الأول ثم لم يجدوا إلا أن يستهموا عليه لاستهموا. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാഗിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് മനുഷ്യന്മാർ അറിഞ്ഞിരുന്നെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഇബാദത്തിനർഹൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് ഏറ്റവും വലിയവൻ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂലാണ് എന്നൊക്കെ പ്രഖ്യാപിക്കുന്ന ബാങ്ക്, അതുപോലെ തന്നെ മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ അല്ലാഹുവിൻ്റെ മസ്ജിദിലേക്ക് അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ ക്ഷണിക്കുന്ന ബാങ്ക്, അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ, അതുപോലെ തന്നെ ഒന്നാമത്തെ സഫിൽ നിൽക്കുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ചും മനുഷ്യന്മാർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നറുക്കിടേണ്ടി വരുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. അപ്പോൾ ഒന്നാമത്തെ സഫ് കിട്ടണമെങ്കിൽ നേരത്തോടെ മസ്ജിദിലേക്ക് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മസ്ജിദിലേക്ക് വേഗം വരാൻ, നേരത്തോടെ വരാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ ഇമാമിനെ സംബന്ധിച്ചിടത്തോളം, മസ്ജിദിലെ ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ഇഖാമത്തിന്റെ സമയത്ത് ഹാദിറാവലാണ്, ഇഖാമത്തിന്റെ സമയത്ത് വരലാണ് ഇമാമിന് സുന്നത്തായിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃക അതിനാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയോട് ആ വിഷയത്തെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, വാഹിറു ഫിഅലി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു കാന യതഅഖറു ഫീ ബൈതിഹി ഇലാ വഖ്തിൽ ഇഖാമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖാമത്തിന്റെ സമയം വരെ വീട്ടിൽ അവിടുന്ന് പിന്തിപ്പിച്ച് നിൽക്കുമായിരുന്നു. വഹാദാ ഹുവൽ അഫ്ളലു ഫീ ഹഖ്ൽ ഇമാം. ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വൈകലാണ് സുന്നത്തായിട്ടുള്ളത്, സമയത്തിന് വരലാണ് സുന്നത്തായിട്ടുള്ളത് എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്നാൽ എന്തെങ്കിലും മസ്ലഹത്ത്, എന്തെങ്കിലും വേറെ നന്മകളുണ്ടെങ്കിൽ, ഇൽമ പഠിപ്പിക്കൽ പോലെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഈ അഫ്ളൽ മാറി നിൽക്കുന്നതാണ്, നേരത്തോടെ ഇമാമിന് വരാവുന്നതാണ്. സാധാരണ നിലയിൽ ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ഇഖാമത്തിന്റെ സമയത്ത് മസ്ജിദിൽ വരലാണ് സുന്നത്തായിട്ടുള്ളത്. അതുപോലെ തന്നെ ഖതീബിനെ സംബന്ധിച്ചിടത്തോളം സക്കരിയ അൽ അൻസാരി റഹിമഹുള്ള പറയുന്നത് കാണാൻ സാധിക്കും, അമ്മൽ ഇമാം ഫയുൻദബു ലഹു തഅഖീറു ഇലാ വഖ്തിൽ ഖുത്ബ ലിത്തിബാഇഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖുലഫാഇഹി. ഖതീബിനെ സംബന്ധിച്ചിടത്തോളം ഖുത്ബയുടെ സമയത്ത് മസ്ജിദിൽ വരലാണ് സുന്നത്തായിട്ടുള്ളത്, അവൻ അതാണ് മൻദൂബായിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അതാണ്, മഹാന്മാരായ സ്വഹാബത്തിൻ്റെയും മാതൃക അതാണ് എന്ന് മഹാനായ സക്കരിയ അൽ അൻസാരി റഹിമഹുള്ള പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ ഇമാമുമാർ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സമയത്തിന് വരലാണ് അവരെ സംബന്ധിച്ചിടത്തോളം മുസ്തഹബായിട്ടുള്ളത്, അവരെ സംബന്ധിച്ചിടത്തോളം സുന്നത്തായിട്ടുള്ളത് അതാണ്. എന്നാൽ ഇന്ന് ഇമാമ് നിൽക്കുക എന്നതും ഖുത്ബ പറയലുമൊക്കെ ഒരു തൊഴിലായതിൻ്റെ പേരിൽ, ഒരു തൊഴിലാളിയുടെ മാനസികാവസ്ഥയിലേക്ക് ഇമാമുമാർ അധപ്പതിച്ചതിനാൽ ഇതുപോലെയുള്ള പല സുന്നത്തുകളും, ഇതുപോലെയുള്ള പല കാര്യങ്ങളും ജനങ്ങളെ പേടിച്ച്, കമ്മിറ്റിയെ പേടിച്ചൊക്കെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സുന്നത്ത് നടപ്പാക്കാൻ നേതൃത്വം കൊടുക്കേണ്ട ആളുകൾ തന്നെ ആളുകളെ പേടിച്ച് ആളുകൾ എന്ത് കരുതും, അല്ലെങ്കിൽ ആളുകളുടെ പതിവ് ഇതാണ്, നാട്ടിൽ ഇങ്ങനെയാണ്, എല്ലാ മസ്ജിദുകളിലും ഇങ്ങനെയാണ്, ആളുകൾ ശീലിച്ചു വന്ന ചര്യ ഇങ്ങനെയാണ്, അതിന് വിപരീതമായി ഞാനെന്തെങ്കിലും പറഞ്ഞാൽ, ഞാനെന്തെങ്കിലും ചെയ്താൽ ആളുകൾ എന്നെക്കുറിച്ച് എന്ത് കരുതും, ആളുകൾ എന്നെക്കുറിച്ച് എന്ത് ധരിക്കുമെന്ന് കരുതി ഇതുപോലെയുള്ള സുന്നത്തുകളെ ഇഹ്യാ ചെയ്യുന്നതിന് പകരം, ജീവിപ്പിക്കുന്നതിന് പകരം മനുഷ്യന്മാരെ പേടിച്ച്, ഇൽമില്ലാത്ത ആളുകളെ പേടിച്ച് അതിൽ നിന്നെല്ലാം പിന്നോക്കം നിൽക്കുന്ന അവസ്ഥ വളരെ ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ്. ഇമാമുമാർ അള്ളാഹുവിൻ്റെ ദീൻ നടപ്പാക്കാൻ, അള്ളാഹുവിൻ്റെ ദീൻ പറയാൻ ധൈര്യമുണ്ടെങ്കിൽ മാത്രമേ ആ ഉത്തരവാദിത്വം ഏൽക്കേണ്ടതുള്ളൂ. സുന്നത്ത് നടപ്പാക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ നടപ്പാക്കുമ്പോൾ ഇൽമില്ലാത്ത ആളുകളുടെ ഭാഗത്ത് നിന്ന് സ്വന്തം ദേഹേച്ഛയ്ക്ക് പിന്നാലെ പോയി, പാരമ്പര്യത്തിന്റെ പിന്നാലെ പോയി അത് തന്നെയാണ് ദീൻ എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് പല എതിർപ്പുകളും കേൾക്കും. അതിനെയൊക്കെ നേരിടാനും അവർക്ക് മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയാണ്,
അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പേടിക്കാൻ ഏറ്റവും അർഹനെന്ന് മനസ്സിലാക്കി നെഞ്ചുറപ്പോടെ നിൽക്കാൻ സാധിക്കുന്നവർ മാത്രമേ ആ ഉത്തരവാദിത്തം ഏൽക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇമാമുമാർ പലപ്പോഴും അവരുടെ തന്നെ സമൂഹത്തിന്റെ അറിവില്ലായ്മ എന്നതിലുപരി അവർക്ക് തിരുത്തി കൊടുക്കേണ്ട ആളുകൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് നിൽക്കുന്നതാണ് ഇതുപോലെയുള്ള സുന്നത്തുകൾ നടപ്പാക്കപ്പെടുന്നതിന് തടസ്സമായിട്ടുള്ളത്. അപ്പോൾ ആ വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇമാമുമാരൊഴിച്ച് ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം സുന്നത്തായിട്ടുള്ളത്, അഫ്ളലായിട്ടുള്ളത് നേരത്തോടെ പള്ളിയിലേക്ക് പോവലാണ്. ഇമാമും ഖത്തീബും സമയത്തിന് മസ്ജിദിൽ വരലാണ് അവർക്ക് സുന്നത്തായിട്ടുള്ളത്. രണ്ടാമത്തേത് ശ്രദ്ധിക്കേണ്ട കാര്യം, മസ്ജിദിൽ പോകുമ്പോൾ വുദു വീട്ടിൽ നിന്ന് തന്നെ വുദു പരമാവധി ചെയ്തുകൊണ്ട് മസ്ജിദിലേക്ക് പുറപ്പെടാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ച ദിക്റുകളുണ്ട്. ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ആ ദിക്ർ ചൊല്ലി. അതുപോലെ തന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അസ്ലിമ ഔ ഉസ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. ഇതൊക്കെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർവഹിക്കാനായി നമുക്ക് പഠിപ്പിച്ചു തന്ന ദിക്റുകളാണ്. ഇതുപോലെയുള്ള ദിക്റുകൾ നിർവഹിച്ച് വീട്ടിൽ നിന്ന് വുദൂ ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് വരാനായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന അഹദകും ഇദാ തവദ്ദഅ ഫഅഹ്സൻ വഅതൽ മസ്ജിദ്, നല്ല രൂപത്തിൽ വുദൂ ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് വന്നാൽ ലാ യുരീദു ഇല്ല സ്വലാഹ, അവൻ നിസ്കാരം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ആ രൂപത്തിൽ വുദൂ ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് വന്നാൽ ലം യഖ്തു ഖത്വതൻ ഇല്ലാ റഫഅഹു അല്ലാഹു ബിഹാ ദറജ, അവൻ വെക്കുന്ന ഒരു കാലടിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതുവഴി അവന്റെ ഒരു പദവി ഉയർത്തും. അതുപോലെ തന്നെ ഓരോ കാലടിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങൾ മായ്ക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ ഈ വലിയ ശ്രേഷ്ഠത, ഈ വലിയ പ്രതിഫലം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. പരമാവധി വീട്ടിൽ നിന്ന് തന്നെ വുളൂ ചെയ്തുകൊണ്ട് വരാനായി നമ്മൾ ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യം, യുസ്തഹബ്ബു അൻ യതജമ്മല ലിസ്വലാത്തിഹി, നിസ്കരിക്കാൻ വരുമ്പോൾ നല്ല രൂപത്തിൽ നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം ഉപയോഗിച്ചൊക്കെ വരാനായി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ ബനി ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, അല്ലാഹുവിന്റെ കൽപ്പനയാണ്. പള്ളിയിലേക്ക് വരുമ്പോൾ, നിസ്കരിക്കാനായി വരുമ്പോൾ സീനത്ത് സ്വീകരിക്കുക എന്നത്, അലങ്കാരത്തോടുകൂടെ വരിക എന്നത്, ഭംഗിയായി വരിക എന്നത്, നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം ഉപയോഗിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ മസ്ജിദിലേക്ക് വരിക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്. അതുപോലെ തന്നെ എൻ്റെ സഹോദരങ്ങളെ, മോശം ഗന്ധങ്ങൾ, മോശം ദുർഗന്ധമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ അക്കലൽ ബസല വത്തൂമ വൽ ഖുറാസ ഫലാ യഖറബന്ന മസ്ജിദനാ, ഈ ഉള്ളി കഴിച്ച് മസ്ജിദിലേക്ക് വരരുത് എന്ന്, മസ്ജിദിലേക്ക് അടുത്തു പോകരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയോഗം അങ്ങനെയാണ്, ഫലാ യഖറബന്ന, അടുത്തു പോകരുത് മസ്ജിദിനെ, നമ്മുടെ മസ്ജിദിലേക്ക് അതുപോലെയുള്ള ദുർഗന്ധമുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച്, ഉള്ളി പോലെയുള്ള ഭക്ഷണം കഴിച്ച് നമ്മുടെ മസ്ജിദിലേക്ക് അടുക്കരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഫഇന്നൽ മലായിക, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഇന്നൽ മലായിക തതഅസ്സാ മിമ്മാ യതഅസ്സാ മിൻഹു ബനു ആദം, കാരണം മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതെല്ലാം മലക്കുകൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൂടെ നിസ്കരിക്കുന്നവർക്ക് ആ ദുർഗന്ധം പ്രയാസമാണ്, അതുപോലെ തന്നെ മലക്കുകൾക്കും ആ ദുർഗന്ധം പ്രയാസമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ദുർഗന്ധമുണ്ടാക്കുന്ന വസ്തുക്കൾ കഴിച്ച് മസ്ജിദിലേക്ക് വരരുത് എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. സഹോദരങ്ങളെ, ഈ ഉള്ളി കഴിച്ച് വരരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ മോശം ദുർഗന്ധമുള്ള, ഏറെ ദുർഗന്ധമുള്ള കാര്യമാണ് ഈ പുകവലിക്കുന്നവന്റെ വായയിൽ നിന്ന് വരുന്ന ഗന്ധം. സാമാന്യമായൊരു മനുഷ്യനെ സഹിക്കാവുന്നതിലപ്പുറമാണ്. വലിക്കുന്നവർക്ക് മാത്രമാണ് അത് മനസ്സിലാവാത്തത്. അങ്ങനെയുള്ളതൊക്കെ വലിച്ചു കയറ്റി അള്ളാഹുവിന്റെ മസ്ജിദിലേക്ക് വരാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ മുമ്പ് ഒരു ഖുതുബയിൽ പറഞ്ഞിരുന്നു, ഒരുപാട് കാരണങ്ങൾ കൊണ്ട്, ഒരു കാരണമല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് കാരണങ്ങൾ കൊണ്ട് തനിച്ച ഹറാമാണ് പുകവലി. ഒരുപാട് കാരണങ്ങൾ കൊണ്ട്. അത് ലഹരിയാണ്, സമ്പത്തിനെ നഷ്ടമാക്കി കളയലാണ്, ആരോഗ്യത്തെ നശിപ്പിക്കലാണ്. ഇതുപോലെ ഏതെങ്കിലും ഒരു വസ്തുവിലുണ്ടാവോ, ഈ സാധനം ഉപയോഗിച്ചാൽ അത് ആരോഗ്യത്തിന് പ്രശ്നമാണ്, കരളിനെ നശിപ്പിക്കും, ഹൃദയത്തെ നശിപ്പിക്കും എന്നൊക്കെ രൂപത്തിൽ ഏതെങ്കിലും ഒരു വസ്തുവിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ സഹോദരങ്ങളെ? എന്നാൽ ഈ പുകവലിക്കുന്ന ഈ സിഗരറ്റിന്റെ കവറിൽ വ്യക്തമായി ആർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ ചിത്രസഹിതം ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ്, വലിയ രോഗങ്ങൾ ഉണ്ടാക്കുമെന്ന് വ്യക്തമായി കൊടുത്തിട്ടുണ്ടാകും. എന്നിട്ടും എങ്ങനെയാണ് ഒരു സത്യവിശ്വാസിക്ക് ഇത് വലിക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് സത്യവിശ്വാസിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അമാനത്തായി ഏൽപ്പിച്ച അവന്റെ സമ്പത്ത് ഇതിനു വേണ്ടി നശിപ്പിക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് സത്യവിശ്വാസിക്ക് അല്ലാഹുവിന്റെ ദീൻ വളരെ ശക്തമായി വിലക്കിയ ലഹരി
അനുഭവിക്കാൻ സാധിക്കുന്നത്. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഹറാമായ കാര്യമാണ് പുകവലി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് വലിച്ച് മസ്ജിദിലേക്ക് വരിക എന്നതും ഗൗരവമുള്ള കാര്യമാണ്. മസ്ജിദിലേക്ക് വരലല്ല ഒഴിവാക്കേണ്ടത്, പുകവലിയാണ് ഒഴിവാക്കേണ്ടത്. നാലാമത്തേത്, മസ്ജിദിലേക്ക് പ്രവേശിക്കുമ്പോൾ വലതുകാൽ വെച്ചുകൊണ്ട് പ്രവേശിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്നത്തായി നമുക്ക് പഠിപ്പിച്ച ദിക്ർ നിർവഹിച്ചുകൊണ്ട്, പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് മസ്ജിദിലേക്ക് പ്രവേശിക്കാനായി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മസ്ജിദിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ നമ്മൾ പാലിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് തഹിയ്യത്തുൽ മസ്ജിദ്. 2 റക്അത്ത് ഇരിക്കുന്നതിന് മുമ്പായി നമസ്കരിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ ഫൽയർകഅ റക്അതൈനി ഖബ്ല അൻ യജ്ലിസ്. നിങ്ങളിൽ ആരെങ്കിലും മസ്ജിദിലേക്ക് പ്രവേശിച്ചാൽ ഇരിക്കുന്നതിന് മുമ്പായി 2 റക്അത്ത് നമസ്കരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനയാണത്. പല പണ്ഡിതന്മാരും വാജിബ് എന്ന് അതിനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഏറ്റവും ശരിയായ അഭിപ്രായം അത് അതിശ്രേഷ്ഠമായ സുന്നത്താണ് എന്നുള്ളതാണ്. എന്നാൽ വാജിബ് എന്നൊരു അഭിപ്രായം ഈ വിഷയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് എത്രമേൽ ശ്രദ്ധിക്കേണ്ട, നമ്മൾ ഗൗനിക്കേണ്ട കാര്യമാണ് എന്ന് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ജുമുഅ ദിവസം ഖതീബ് ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മസ്ജിദിലേക്ക് വരുന്നതെങ്കിലോ ആ സമയത്ത് ഈ നിസ്കാരം നിസ്കരിക്കേണ്ടതുണ്ടോ? നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുലൈഖ് എന്നു പേരുള്ള ഒരു സഹാബി മസ്ജിദിലേക്ക് കടന്നു വന്നു. അങ്ങനെ കടന്നു വന്ന് ഫജലസ്, ആ വ്യക്തി നേരെ ഇരുന്നു. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, യാ സുലൈഖേ ഖും ഫർകഅ റക്അതൈൻ, എഴുന്നേറ്റ് നീ 2 റക്അത്ത് നമസ്കരിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവായി പറഞ്ഞു, ഇദാ ജാഅ അഹദുകും യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം നിങ്ങളിൽ ആരെങ്കിലും പള്ളിയിലേക്ക് വന്നാൽ, വൽ ഇമാമു യഖ്തുബ്, ഇമാമ ഖുതുബ പറയുന്ന സമയത്താണ് വന്നതെങ്കിൽ, ഫൽയർകഅ റക്അതൈനി, അവൻ 2 റക്അത്ത് നമസ്കരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ ഖുതുബ പറയുന്ന സമയത്താണെങ്കിൽ പോലും, ഖുതുബയുടെ ഇടക്കാണ് വരുന്നതെങ്കിൽ പോലും തഹിയ്യത്തുൽ മസ്ജിദ്, മസ്ജിദിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള മസ്ജിദിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള തഹിയ്യ 2 റക്അത്ത് നമസ്കാരം അത് നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നമസ്കരിക്കാതെ ഇരുന്ന ആളെ എഴുന്നേൽപ്പിച്ച് വീണ്ടും നമസ്കരിപ്പിച്ചു എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളതെങ്കിൽ അതിന്റെ പ്രാധാന്യം എത്രമേലുണ്ടാകും? ആ വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.